ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര പേടിയാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഒരു ബിസിനസ് തുടങ്ങണം, ആ ബിസിനസ് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. ഇങ്ങനെയുള്ള പലതരം പേടികൾ കാരണം ആക്ഷൻ എടുക്കാതിരിക്കുന്നവരാണ് പലരും. ഒരിക്കൽ ഒരു മലമുകളിൽ കുറേ കഴുകൻ കുഞ്ഞുങ്ങളും അമ്മക്കഴുകനും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മക്കഴുകൻ ഒരു ദിവസം കുഞ്ഞുങ്ങളെയും കൂട്ടി മലയുടെ മുകളിൽ വന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാം. അതിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. അത് പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാ, അമ്മേ എനിക്ക് പറക്കാൻ പേടിയാ. അപ്പൊ അമ്മ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ? നീ നിന്റെ ചിറകിൽ വിശ്വസിക്കുക, നിനക്ക് നല്ല കരുത്തുറ്റ ചിറകുകളുണ്ട്. അപ്പോൾ നീ ആ ഒരു ചിറകിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. എന്നിട്ട് അമ്മ കഴുകൻ എന്ത് ചെയ്തു? പെട്ടെന്ന് ചിറകടിച്ച് ആ കുന്നിന്റെ മുകളിൽ നിന്ന് പറന്നുയർന്നു. അപ്പൊ ഇത് കണ്ടു നിന്ന ചെറിയ ബാക്കിയുള്ള കഴുകൻ കുഞ്ഞുങ്ങളെല്ലാം ആ കുഞ്ഞിച്ചിറകടിച്ച് പറക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഈ പേടിച്ചരണ്ടിരിക്കുന്ന ഈ കഴുകൻ കുഞ്ഞ് എന്ത് ചെയ്തു? അതിങ്ങനെ നോക്കി, അയ്യോ അമ്മ പറന്നു പോണു, സഹോദരങ്ങളെല്ലാം പറന്നു പോണു, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഈ കുഞ്ഞിക്കഴുകനും മെല്ലെ ആ കുഞ്ഞിച്ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങി. അപ്പൊ അമ്മക്കഴുകൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ ഈ കുഞ്ഞിക്കഴുകൻ ഇങ്ങനെ പറന്ന് വരുന്നു. അപ്പോൾ അമ്മ ആ കുഞ്ഞിക്കഴുകനോട് പറഞ്ഞെന്താണെന്നറിയാമോ? ഇത്രയും നാളും നിനക്ക് പറക്കാൻ കഴിവില്ലാതിരുന്നത് കൊണ്ടല്ല നിനക്ക് പറക്കാൻ പറ്റാതെ പോയത്. നിന്റെ ഉള്ളിലെ ആ ഒരു ഭയമായിരുന്നു നിന്നെ തടഞ്ഞിരുന്നത്. മക്കളെ, ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു ഭയം കാരണമാണ് പലരും പല കാര്യങ്ങളും ചെയ്യാത്തത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി സക്സസ്ഫുൾ ആകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും? നാട്ടുകാരെന്ത് വിചാരിക്കും? കൂട്ടുകാർ കളിയാക്കുമോ? ബന്ധുക്കൾ എന്ത് വിചാരിക്കും? ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെന്തെങ്കിലുമൊക്കെ മോശം പറയുമോ? ഇങ്ങനെ പല ചിന്തകൾ വരുമ്പോൾ പതുക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ അടച്ചുപൂട്ടി പെട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ശരിയല്ലേ? ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് പലരും ആ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി നിന്ന് എന്നെ കളിയാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പലരും എന്നോട് വന്നിട്ട് പറയും, ഇന്ന ആൾക്കാർ നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു. ഞാൻ അന്ന് ഇവരൊക്കെ പറഞ്ഞത് കേട്ട് ആക്ഷൻ എടുക്കാതിരുന്നെങ്കിൽ ഇന്ന് 2,28,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം വന്നത്? ആ ഒരു സമയത്ത് ഞാൻ ആളുകളെ ഭയന്നിരുന്നെങ്കിൽ, സാഹചര്യത്തെ ഭയന്നിരുന്നെങ്കിൽ എനിക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ലായിരുന്നു, അല്ലേ? അപ്പം അന്ന് ഞാൻ ആ ഒരു ഭയത്തെ മറികടന്നുകൊണ്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യാൻ ഭയക്കുന്നത്, ഇപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാണ്, അപ്പോൾ നമ്മൾ കാലുമെല്ലെ ടീച്ചർമ്മ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം? ഒന്ന് കാണിച്ചു വിടുത്തേ മോനെ. പാപനാശം ബീച്ചിലാണ് കേട്ടോ. അപ്പം നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പേടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെറുതായിട്ടൊന്ന് കാല് നനച്ച് നോക്കും, അല്ലേ? എന്നിട്ട് മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കും. ആദ്യം നമുക്കൊരു ഭയം വരും, പിന്നെ നമുക്കൊരു പേടിയും കാണില്ല. നമ്മൾ കടലിലെ ആ തിരയിൽ നമ്മൾ ഓടിക്കളിക്കാൻ തുടങ്ങും. ഇതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുക. ഇപ്പം ഞാൻ സൂമിൽ ക്ലാസ് എടുക്കാറുണ്ട്. ആദ്യമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്ലാസ് എടുത്ത് വന്ന് 5 വർഷമായപ്പോൾ നമ്മൾ അതിലൊരു എക്സ്പേർട്ടായി മാറിയല്ലേ. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഭയം വരില്ല. ആദ്യത്തെ ആ ഒരു പേടിയേ ഉള്ളൂ. ആദ്യത്തെ ആ ഒരു പേടിയെ മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ്ഫുൾ ആകും. അപ്പോൾ ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ ഭയം മൂലം നിങ്ങളതിനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭയം മൂലം മാറ്റി വെച്ചിരിക്കുന്ന ആ കാര്യത്തെ നിങ്ങൾ ഇന്ന് ചെയ്യണം. അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കണം.
അപ്പോൾ ഇന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടത് എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പേടിയായിരുന്നു, ഞാൻ അതിനുവേണ്ടി ഇന്ന ആക്ഷൻ എടുത്തു, മനസ്സിലാവുന്നു. ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ മക്കളെ, ടീച്ചർമ്മ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റണം. മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ എന്ന് നിരന്തരം പറയുക. സന്തോഷമായിരിക്കുക. ഇന്ന് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്തോ? സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? അപ്പോൾ ടീച്ചർമ്മയുടെ മിടുക്കി കുട്ടികളും മിടുക്കി കുട്ടന്മാരും എപ്പോഴും നല്ല സന്തോഷമായിട്ടിരുന്ന് എപ്പോഴും നല്ല ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ടിരിക്കുക. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് ടീച്ചർമ്മ ഓടി വരുന്നതായിരിക്കും. അതുവരെയും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.